കോൺഗ്രസിന് വരിഞ്ഞു മുറുക്കുകയാണ് സഖ്യകക്ഷികൾ. രാഹുൽ നയിച്ചാൽ മതി എന്ന ഒറ്റ പ്രഖ്യാപനത്തിൽ കൂടി കോൺഗ്രസ് തിരിച്ചടിക്കാൻ ശ്രമിച്ചു എങ്കിലും കാര്യമൊന്നും ഉണ്ടാകുന്നില്ല. കാരണം മമത പിടിമുറുക്കിയിരിക്കുമ്പോൾ സഖ്യകക്ഷികളെല്ലാം മമതയോടൊപ്പം നിലയുറപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതിന് പ്രധാന കാരണം ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ BJP പൂട്ടാൻ മമതയ്ക്കായി എന്നുള്ളത് തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വരെ മമതയെ പിടിച്ചു കുലുക്കി രാജിയിലേക്ക് വരെ നീങ്ങേണ്ടുന്ന തരത്തിലായിരുന്നു ഡോക്ടറുടെ കൊലപാതകവും അതിനെ തുടർന്നുള്ള ഡോക്ടർമാർ നടത്തിയ സമരവും ഒക്കെ. ഇവിടെ ഒട്ടും പിടിച്ചു നിൽക്കാൻ മമതയ്ക്കായില്ല എന്ന് കരുതിയ BJPക്കാണ് പക്ഷേ തെറ്റുപറ്റിയത്. ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ BJPയുടെ എല്ലാ പ്രതീക്ഷകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് മമത തന്റെ തൃണമൂൽ കോൺഗ്രസുമായി വിജയിച്ചു കയറിയപ്പോൾ കോൺഗ്രസ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും അടക്കം BJPക്ക് മുന്നിൽ തോറ്റടിഞ്ഞ കാഴ്ചയുമാണ് കണ്ടത്. ഇതോടെ ഇന്ത്യ സഖ്യം പറഞ്ഞു ദീദി മതി എന്ന്. ഇവിടെ ബംഗാൾ കഴിഞ്ഞാൽ മമതയുടെ പാർട്ടി ഉണ്ടോ എന്ന് ചോദിച്ച് മമത പറയുന്നത് വലിയ തമാശയാണ് എന്നൊക്കെ കോൺഗ്രസ് നേതാക്കൾ മമതയ്ക്ക് ചുറ്റും വട്ടമിട്ട് പറഞ്ഞു. എങ്കിലും ശരത് പവാറും തേജസ്വി യാദവും അടക്കം മുന്നണിയിലെ മറ്റു പ്രമുഖരെല്ലാം തന്നെ മമത മതി എന്ന് ദീദി മതി എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസിന് രാഹുൽ നയിക്കട്ടെ എന്ന് പറയാമെങ്കിലും പിടിവാശി പിടിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുമാത്രവുമല്ല, അദാനി വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് ആവോളം രാഹുലിനുണ്ട്. പാർലമെന്റിലെ സീറ്റ് വിഷയത്തിലും കോൺഗ്രസിനെ എതിർക്കുന്നവരാണ് മുന്നിലുള്ളത്. ഭരണപക്ഷമായ BJPക്കകത്തും ഇത്തരത്തിൽ പാർലമെന്റിലെ സീറ്റ് വിഷയത്തിൽ മുറുമുറുപ്പുണ്ട് എന്നത് മറ്റൊരു കാര്യമാണ്. അതെന്തായാലും അവിടെ ഇരിക്കട്ടെ. എന്തായാലും കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ബംഗാളി മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മമതാ ബാനർജി ഇന്ത്യ മുന്നണിക്കെതിരെ രംഗത്ത് വരികയായിരുന്നു. ഇന്ത്യയുടെ പ്രവർത്തനത്തിൽ അതൃപ്തിയുണ്ട് എന്ന് തന്നെയാണ് മമത തുറന്നു പറഞ്ഞത്. ഒരു പടി കൂടി കടന്ന് അവസരം നൽകിയാൽ മുന്നണിയുടെ നേതൃസ്ഥാനം താൻ ഏറ്റെടുക്കുമെന്നും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുമെന്നും മമത പറഞ്ഞിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ വിവാദങ്ങൾ പുകയുന്നത്. അടുത്ത വർഷം ഡൽഹി തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ ലോക്സഭയിൽ കോൺഗ്രസ് നേടിയ നേരിയ വിജയം കൊണ്ട് മാത്രം മുന്നണിയുടെ തലപ്പത്ത് കോൺഗ്രസ് മാത്രം എന്ന് നടക്കില്ല എന്ന തരത്തിലാണ് ശരത് പവാറും തേജസ്വി യാദവും ഒക്കെ മമത നയിക്കട്ടെ എന്ന് പറയാനും കാരണം. തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ കഴിവുള്ള നേതാവാണ്. പ്രതിപക്ഷ സഖ്യത്തിന്റെ തലപ്പത്തെത്താനുള്ള മമതാ ബാനർജിയുടെ ഉദ്ദേശശുദ്ധിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പവാർ ചൂണ്ടിക്കാണിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യത്തിലെ ഏത് മുതിർന്ന നേതാവും സഖ്യത്തെ നയിക്കുന്നതിൽ തനിക്ക് എതിർപ്പില്ല എന്നാണ് RJD നേതാവും ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവും പറയുന്നത്. എന്നാൽ അത് സമവായത്തിലൂടെ തീരുമാനത്തിൽ എത്തണമെന്നും ബീഹാറിന്റെ പ്രതിപക്ഷ നേതാവ് കൂടിയായ അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ത്യ സഖ്യം ഈ വിഷയത്തിൽ ചർച്ച നടത്തിയിട്ടില്ല. എല്ലാ പങ്കാളികളെയും ഉൾപ്പെടുത്തി ചർച്ച നടത്തേണ്ടതുണ്ട്. മമതാ ബാനർജി സഖ്യത്തെ നയിക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാൽ BJP വിരുദ്ധ ഇന്ത്യ സഖ്യത്തിൽ നിരവധി മുതിർന്ന രാഷ്ട്രീയക്കാർ ഉണ്ടെന്നത് കണക്കിലെടുത്ത് ഓരോ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിൽ ഒരുമിച്ചിരുന്ന് കൂട്ടായ തീരുമാനം എടുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് തേജസ്വി യാദവ് പറഞ്ഞു വെക്കുന്നത്.